വാനപ്രസ്ഥ ആശ്രമം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ ജീവിതത്തെ എങ്ങനെ അവനവനും അത് സമൂഹത്തിനും കുടുംബത്തിനും ചുറ്റുപാടിനും പ്രകാശപൂരിതമാക്കാൻ സാധിക്കും എന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ആദ്യം സംസാരിക്കണം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. വദനേ നവനീതഗന്ധവാഹം വചനേ തസ്കരചാതുരീധുരീണം വദനേ തസ്കരചാതുരീധുരീണം നയനേ കുഹനാശ്രുമാശ്രയേധാ ചരണേ കോമളതാണ്ഡവം കുമാരം. വേദിയിൽ ഇരിക്കുന്ന അഭിവന്ദ്യനായ കാനപ്പുറം, മറ്റ് ഭാഗവത ഉത്തമന്മാരെ, സദസ്സിലിരിക്കുന്ന ജ്ഞാന വയോവൃദ്ധരെ, ഏതാണ്ട് എല്ലാവരും വാനപ്രസ്ഥത്തിന് തയ്യാറായിട്ട് വന്ന് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. വളരെ സന്തോഷം. മഹാഭാരതത്തിലെ വേദവ്യാസൻ ധർമ്മത്തിൻ്റെ ച്യുതിയെക്കുറിച്ച് ആണ് ഏറ്റവും ഉത്കടമായി സംസാരിച്ചിട്ടുള്ളത്. ധർമ്മത്തിന് കോട്ടം വരുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ നാശമാണ്. പ്രപഞ്ചം ഇങ്ങനെ നിലനിർത്തുന്നത് ധർമ്മമാണ്. അതുകൊണ്ടാണ് പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തേത് ധർമ്മമാണ്. ധർമ്മം എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയാമോ, ഒരു സെൻറ്റൻസിൽ മറുപടി പറയാമോ എന്ന് ചോദിച്ചാൽ, നമ്മളെ ഇങ്ങനെ നിലനിർത്തുന്നത് എന്തോ അത് ധർമ്മം. അത്രയും പറഞ്ഞാലല്ലായി. മഹാഭാരത രചനാകാലം എന്ന് പറയുന്നത് ഒരു 2000-2500 വർഷം മുമ്പാണ്. ആ കാലത്ത് തന്നെ ധർമ്മത്തിന് വലിയ കോട്ടങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ മഹാഭാരത യുദ്ധവും മഹാഭാരത കഥ തന്നെ അതാണല്ലോ. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമുണ്ട് വ്യാസൻ്റെ, വേദവ്യാസൻ്റെ. അതിക്രാന്ത സുഖാഃ കാലാഃ പ്രത്യുപസ്ഥിത ദാരുണാഃ ശ്വശ്വപാപീയ ദിവസാഃ പൃഥിവീ ഗതയൗവന എന്നാണ്. ഇത് മലയാളിക്ക് മനസ്സിലാവാനൊരു പ്രയാസമുള്ളതല്ല. വളരെ ഒക്കെ മലയാളം വാക്കുകൾ തന്നെയാണ് ഇതിലുള്ളത്, സംസ്കൃതം തന്നെ മലയാളികൾ ഉപയോഗിക്കുന്ന. സുഖമുള്ള കാലമൊക്കെ അതിവേഗത്തിൽ മാറി മറയുന്നു. ദുഃഖമുള്ള കാലം നമ്മളെ വേർപെടാതെ നമ്മുടെ നിഴൽ പോലെ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നു. ഓരോ ദിവസവും ജനിക്കുന്നത് പാപം ചെയ്യുന്നതിനായിട്ട് ഓരോ ദിവസവും ഉണ്ടാകുന്നു. ശ്വശ്വപാപീയ ദിവസാഃ, ഓരോ ദിവസവും ജനിക്കുന്നത്, ഓരോ നാളെയും ജനിക്കുന്നത് പാപം ചെയ്യുന്നതിന് വേണ്ടി. എന്നിട്ട് അവസാനം വ്യാസൻ വ്യാകുലപ്പെട്ട് പറയുകയാണ്, പൃഥിവീ ഗതയൗവന. പൃഥിവിയുടെ ചാരുത്വം എല്ലാം ചോർന്നു പോയിരിക്കുന്നു, സൗന്ദര്യമെല്ലാം ചോർന്നു പോയിരിക്കുന്നു. എന്നിട്ട് വ്യാസൻ ഒരു കാര്യം കൂടി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, പ്രാപഞ്ചികന്മാരായ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടത് അർത്ഥവും കാമവുമാണ്. പക്ഷേ ലൗകിക ജീവിതത്തിൽ അർത്ഥവും കാമവും വേണമെങ്കിൽ ധർമ്മമില്ലാതെ സാധ്യമല്ല. ധർമ്മമില്ലാത്ത അർത്ഥം അനർത്ഥമാണ്. ധർമ്മമില്ലാത്ത കാമം കാമാഭാസമാണ്.
ധർമാന്വിതമാണ് അർത്ഥവും കാമവും ആത്യന്തികമായ മോക്ഷവും. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, അദ്ദേഹം ഒരിക്കൽ ഈ വളരെ പ്രായമായ ഈ മനുഷ്യൻ തെരുവീതിയുടെ ഒരറ്റത്ത് നിന്നുകൊണ്ട് കൈ തലയിൽ വെച്ച് ഉറക്കെ നിലവിളിക്കുകയാണ്. ഊർധ്വബാഹുരു വിരൗമ്യേഷ നച കശ്ചിത് ശൃണോതി മാം ധർമാത് അർത്ഥശ്ച കാമശ്ച സധർമ്മ കിന്ന സേവ്യത്തെ. നിങ്ങൾക്ക് വേണ്ടത് അർത്ഥവും കാമവും അല്ലേ? ഇതിന് അർത്ഥവും കാമവും ലഭിക്കണമെങ്കിൽ ധർമ്മമില്ലാതെ സാധ്യമല്ല. ഇതാണ് ഞാൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറക്കെ മഹാഭാരതം ഉടനീളം ഞാൻ 1,00,000-ൽ പരം ശ്ലോകങ്ങൾ മഹാഭാരതത്തിലുണ്ട് മുഴുവൻ. ഭംഗ്യന്തരേണ മറ്റ് കൃതികളിലും, അതായത് പുരാണാദികൾ മറ്റ് പുരാണങ്ങളിലും, ഭാഗവതാദി പുരാണങ്ങളിൽ, പിന്നെ അതിനെ ശാസ്ത്രീയമായിട്ട് പ്രസ്ഥാനത്രയത്തിൽ, ഇങ്ങനെ ശാസ്ത്രദ്വാരയും സാഹിത്യദ്വാരയും താൻ പ്രതിപാദിക്കുന്ന ഇത് മാത്രമാണ്. ഏത്? ധർമാ അർത്ഥശ്ച കാമശ്ച. ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതല്ലേ വേണ്ടത്? അതുകൊണ്ടൊരു തെറ്റുമില്ല. പക്ഷേ ധർമ്മം വേണം. ഈ ധർമ്മത്തിൻ്റെ സ്വരൂപം പ്രതിപാദിക്കലാണ് വേദം ചെയ്യുന്നത്. ധർമ്മത്തിൻ്റെ ഓരോ പടിയും ഓരോ പ്രകരണവും ഓരോ ഘട്ടവും മനുഷ്യ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ അതിനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് വേദവ്യാസനും മറ്റ് ഋഷിമാരും ഒക്കെ സംസാരിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഈ വാനപ്രസ്ഥം.